ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമുക്കിന്ന് വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിം മെയിൻ്റെനൻസ് ആയിട്ട് ഓപ്പൺ ആയി. ഗെയിം ഇന്ന് കുറച്ച് ലേറ്റായി, 1:15 കഴിഞ്ഞു ഗെയിം ഓപ്പൺ ആകുമ്പോൾ. സോ നമ്മളെന്തായാലും കൊണാമി നമുക്ക് ഇന്ന് കുറേ അധികം റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രഷർ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും നമ്മുടെ ക്രിയേറ്റേഴ്സിനൊക്കെ അന്ന് മുംബൈയിൽ ഒരു പരിപാടി ഉണ്ടായല്ലോ. സോ അതിന് പോയതിന് അവർ ഒരു 2000 കോയിൻ റിവാർഡായിട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ. സോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം. സോ ഇത് പിന്നെ ഇവിടെ ഇൻബോക്സിൽ നോക്കി കാണാം 2000 കോയിൻ. സോ അത് 2000 കോയിൻ അവർ റിവാർഡായിട്ട് തന്നിരിക്കുകയാണ്. നമ്മൾ കൊണാമിന് ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ വന്നിട്ട് ഇൻ്റർവ്യൂ റിവാർഡ് വന്നിട്ട് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് തുറന്നപ്പോൾ തന്നെ ഒരു ട്രഷർ ലിങ്കിൻ്റെ പാക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കിട്ടിയ പാക്ക് ഏത് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇതാ കിടക്കണു ട്രഷർ ലിങ്ക് വന്നിട്ട് ഫേവറേറ്റ് കൊണ്ട് കിടക്കുന്നുണ്ട്. അതിൽ 50 കോയിനും അതുപോലെ തന്നെ 4 ഫ്രീ ട്രൈ ആണ്. അപ്പോൾ ഇത് കുറേ പേർക്ക് മൊത്തം ഫ്രീ ട്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, കുറേ പേർക്ക് മൊത്തം GP ആയിരിക്കും, കുറേ പേർക്ക് മിക്സർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആര് കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രഷർ ലിങ്ക് കളിക്കുമ്പോൾ നിങ്ങൾ പ്ലെയർ വേഴ്സസ് പ്ലെയറിലൊക്കെ പോയി കളിക്കില്ലേ. സോ അപ്പോൾ എന്തായാലും ഫ്രണ്ട് മാച്ച് കളിക്കുമ്പോൾ ഫുള്ള് അത് വെച്ചാൽ ഇത് 3 കേട്ടോ, ബേസിക് അതുപോലെ തന്നെ ബിഗ് വിന്നർ സ്പെഷ്യൽ. അപ്പോൾ സ്പെഷ്യൽ ഉള്ളവരപ്പോൾ മാക്സിമം പോയി കളിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഫ്രീ ട്രൈസ് കിട്ടും. ഈ ഫ്രീ ട്രൈസിൽ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് നമ്മുടെ എപ്പിക് പാക്ക് വന്നിട്ടുണ്ട് ട്രഷർ ലിങ്കിൻ്റെ. സോ അതിന് കൂടുതൽ സ്പിൻ കിട്ടും. 250+ പ്ലേയേഴ്സ് ഉണ്ടായില്ല, ബട്ട് എന്നാലും 80 സംതിങ് ഫ്രീ ട്രൈസും കയ്യിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ വട്ടം അങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഈ വട്ടം അത്ര കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക അത് എത്രയാണെന്നൊക്കെ. സോ എന്തായാലും ഇപ്പോൾ കറൻറ്റ്ലി 4 ഫ്രീ ട്രൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്നെല്ലാം കൂടി ഇനി ടോട്ടലി അത്യാവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. നോക്കി നോക്കുക എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് ആര് കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഏത് പാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളുടെ പാക്കും കാര്യങ്ങൾക്ക് പോകാം. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പാക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു മാനേജർ പാക്ക് ആയി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് അപ്ലൈ ആയിട്ട് ബ്രേക്ക് ത്രൂ പാസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പാക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. സാബിയൻസോ 2025-26 കാർഡാണ് വന്നിരിക്കുന്നത്. 750 കോയിൻ കൊടുത്താൽ നമുക്ക് ഈ പാക്ക് സ്വന്തമാക്കാം. സോ ഇസ്കോ വന്നിട്ടുണ്ട്, മറീനോ ഡൈസും വന്നിട്ടുണ്ട്. അവിടെ പണ്ടത്തെ റയൽ മാഡ്രിഡ് പ്ലെയർ ആണത്, രണ്ടുപേരും പണ്ടത്തെ റയൽ മാഡ്രിഡ് ആണ്. സോ ആൾ വന്നിരിക്കുന്നത് ക്യുക്ക് കൗണ്ടർ പ്ലസ് 89 ഔട്ട് പെയ്ഡ് ആണ് കേട്ടോ. അപ്പോൾ സാബിയൻസ് വന്നിരിക്കുന്നത് ക്യുക്ക് കൗണ്ടർ പ്ലസ് ഔട്ട് പെയ്ഡ് 289 ആണ്. ക്യുക്ക് കൗണ്ടർ കളിക്കണവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും, അടിപൊളിയാവും വിചാരിക്കാം. മിഡ്ഫീൽഡ് പ്ലേയേഴ്സിനാണ് കൂടുതൽ ഇൻക്രീസ് എക്സ്പീരിയൻസ് പോയിന്റ്. മിഡ്ഫീൽഡേഴ്സ് പ്ലേയേഴ്സ് ഗെയിൻ ഡ്യൂറിങ് ദി മാച്ച് ബൈ 400%. അപ്പോൾ ആളുടെ ബൂസ്റ്റർ വന്നിരിക്കുന്നത് ബോൾ കൺട്രോൾ പ്ലസ് ഫിനിഷിംഗ് ആണ്, +1 കിട്ടും. ഇനിയിപ്പോൾ ആളുടെ നോക്കുകയാണെങ്കിൽ ലിങ്ക് അപ്ലൈ ബ്രേക്ക് ത്രൂ പാസ് ആണ്. അതായത് സെൻറ്റർ പീസിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ AMF ആയിട്ട് വേണം. അതുപോലെ തന്നെ കീമാനായിട്ടൊരു സെൻറ്റർ ഫോർവേഡ് ഗോൾ പോസ്റ്റർ ഉണ്ട്. അപ്പോൾ നടുക്കൂടെ പിളറിന പാസുകളാണ് ആൾ വെക്കുക, സെൻറ്റർ പിളറിന പാസസ് ആണ് വെക്കുക ആളുടെ ടാറ്റിക്സ്. ഓക്കെ, പക്ഷേ എംബാപ്പേന്ന് കുള്ളർക്ക് പോകില്ല അമ്മാതിരി പാസ് നമ്മുടെ സാബിയുടെ ടാറ്റിക്സിൽ. അപ്പോൾ ഇതിൽ ആൾ പാക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്ലേസൊക്കെ തന്നെയാണ്. നമ്മുടെ ഷെവ വന്നിട്ടുണ്ട്. ഷെവയുടെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ഇന്നലത്തെ വീഡിയോ അല്ല, ഷെവ വരാൻ ചാൻസ് ഉണ്ടെന്ന്. സോ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രേക്ക് ത്രൂ പാസ് എന്ന് പറഞ്ഞുള്ള ഒരു പാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമ്മളുടെ ഗോട്ട് കക്ക ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഞാൻ പറയുന്ന നമ്മുടെ കക്ക. ഓക്കെ, സോ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് ഫിനോൽ പാസ്സാണ് കക്കയ്ക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷെബ വന്നിട്ടുണ്ട് ഗൈസ്. ആള് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ആക്സേഷൻ ബൂസ്റ്റ് പറഞ്ഞ സ്കില്ലിലാണ്. അതുപോലെ തന്നെ അവിടെ എംബാപ്പെ, ഈ പാക്കത്തെ ബെസ്റ്റ് പ്ലെയർ ആലോചിച്ചാൽ ഒറ്റയടിക്ക് എംബാപ്പെ എന്ന് പറയുക. സോ എംബാപ്പെ നിൽക്കുന്ന ബ്ലിറ്റ്സ്കേൾ പ്ലസ് വിൽ പവർ ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഷണറി പാസ് ആയിട്ട് ഗുള്ളറും വന്നിട്ട് കേട്ടോ. അപ്പോൾ 4 പ്ലേയേഴ്സ് വന്നിട്ട് ഇതൊരു വെറുത്ത് പാക്കാണ്. അതിപ്പോൾ പെസ് കളിക്കാൻ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വട്ടം മെസ്സിയുടെ പാക്ക് വന്നിട്ട് കുറേ പേര് അത് കറക്കിയിട്ടുണ്ട്. സംഭവം ഞാൻ പറഞ്ഞില്ല, അവരെന്തായാലും ഒരു പണിയാൻ വേണ്ടി അടുത്ത പാക്ക് ഇടും. അപ്പോൾ ഒരു കിടിലം പാക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എംബാപ്പയുടെ ബ്ലിറ്റ്സ് കാർഡ്, പിന്നെ ഷെവ അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ ഇതിൽ ലെഗസിയുടെ പ്ലേസാണ്. കക്ക ഗുള്ളർ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു കുറച്ച് പറയും ഗുള്ളർ തന്നെയാണ് ഉള്ളൂ, എങ്കിലും എല്ലാ കാർഡും അടിപൊളിയാണ്. പിന്നെ ഇവരൊക്കെ നോക്കുകയാണെങ്കിൽ ഷെവ വന്നിരിക്കുന്നത് ഗോൾ പോസ്റ്റർ കാർഡായിട്ടാണ്. 2003-4 സീസണാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത്യാവശ്യം സ്കിൽസൊക്കെ ഉണ്ട്. ഡബിൾ ടച്ച് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ കക്ക വന്നിരിക്കുന്നത് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിട്ടാണ്. കക്കയ്ക്ക് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്, എന്തായാലും കിടലിനായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗുള്ളർ ഇതാ, പിന്നെ എംബാപ്പെ ബെസ്റ്റ് കാർഡാണ്. ഇതിലെന്തായാലും ഫിനിഷിങ് ഒരു 97 സംതിങ് പോവും, 100 സംതിങ് സ്പീഡ് ആക്സലേഷനൊക്കെ മുട്ടിക്കാൻ പറ്റുന്ന സ്റ്റാറ്റ്സിക്കാൾ എത്തും. ബ്ലിറ്റ്സ്കേൾ പ്ലസ് വിൽ പവർ ആണ്. ഇതെന്തായാലും കത്തൂട്ടി കാർഡ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് സ്പിൻ ചെയ്യേണ്ട ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അതുപോലെ തന്നെ സ്പിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് DM മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു മിനിമം ഒരു 5 കോയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഞാൻ എന്തായാലും സ്പിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്പിൻ ചെയ്യേണ്ടത് ഞാൻ ലൈവിൽ സ്പിൻ ചെയ്യാം. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ഒരു മൊട്ടപ്പാക്കാണ്. ഇത് ജെ ലീഗിൻ്റെ ആണ്. ഇതാരൊക്കെ, തങ്കര, അതുപോലെ തന്നെ നമ്മുടെ ഓനോ പണ്ടത്തെ നമ്മുടെ ലെജൻഡാണ്. ബുള്ളറ്റ് ഹെഡറാണ് തങ്കാര പറഞ്ഞ പ്ലെയർ വന്നിരിക്കുന്നത്. ഓനോ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് വിഷണറി പാസ്. പിന്നെ ഇത്
തുർക്കിഷ് ലീഗിൽ നിന്നാണ്. ഓക്കെ, അസെൻസിയോ ഉണ്ട്, അതുപോലെ തന്നെ എഡ്ജർ ക്രോസ് സെമേഡോ ഉണ്ട്, ലോങ് റീ ടാക്ലർ ഉണ്ട്, വേറൊരു പ്ലെയർ ഉണ്ട്, റിക്കി വാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ടോ. അതുപോലെ തന്നെ ഇതാരാ എർനെസ്റ്റ് കൊണ്ട് ഒരു പ്ലെയർ ഉണ്ട് കേട്ടോ, ഫിനോമിനൽ ഫിനിഷിങ്. അപ്പോൾ ഇത്ര പ്ലേസാണ് അതിൽ വന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ ജയ ലീഗ് നോക്കുകയാണെങ്കിൽ ഫിനോമിനൽ ഫിനിഷിങ് ലോ സ്ക്രീൻ പറഞ്ഞിട്ട് ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. ജയ ലീഗ് നോക്കണ്ട, നമ്മൾ കറക്കാത്തതാണല്ലേ. അപ്പോൾ ഇനി നമുക്ക് പ്ലെയർ ഓഫ് ടീക്ക് പ്ലെയർ ഓഫ് ടീക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെസേർട്ട് ഡ്യുവോ വന്നിട്ടുണ്ട് ഗൈസ്. ആ നല്ല സ്റ്റാറ്റ്സ് ആണ്, നല്ല സ്കില്ലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലൗത്താർഡോ മാർട്ടീനസ്, അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ്, സ്കൽവാനി, ഇഗോർ തിയാഗോ, പവിൽഡീസ്, അതുപോലെ തന്നെ മക്യുൻ, റയാൻ, ത്യഗ്ലിഫിക്കോ, എറിക് ഗാർസിയ, മാനെ. ഇത്രയും പ്ലേസ് വന്നിരിക്കുന്നത്. നമ്മളിതിൽ മിക്കവരും പ്രഡിക്റ്റ് ചെയ്തിരുന്നു. മാനേനെ പ്രഡിക്റ്റ് ചെയ്തിൽ വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നതാ. അപ്പോൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ആരെ ടാർഗറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ ഇവൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ ട്രൈ എടുക്കാനുണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ നാഷണൽ ടീമിൻ്റെ വേൾഡ് വൈഡ് കൊണ്ട് ഒരു പാക്ക് വന്നിട്ടുണ്ട്. സോ റൊണാൾഡോ ഉണ്ട്, ഒനാന ഉണ്ട്, ഉപ്പുമേക്കാനോ ഉണ്ട്, റുഡീഗർ ഉണ്ട്, ലൂയിസ് ഡൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാരായിരുന്നു ലൊറൻസോ, ഓൾമോ, ഡിപ്പോള്, മോഡ്രിച്ച്, കലാഹർ, ഇവൻ ആരാ ഡാനിയൽ സെവഗൻസൺ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ വന്നിട്ടുണ്ട്. സോ ഇതിൽ റൊണാൾഡോ വന്നിട്ടുണ്ട് ഗൈസ്. 40 വയസ്സുള്ള റൊണാൾഡോ ആണ്. എടുക്കണ്ട, വെറുതെ കോയിൻ കളയണ്ട. എന്തായാലും ഇതിലൊരു 1000 കോയിൻ മുടക്കി കഴിഞ്ഞാൽ എല്ലാവരും എടുക്കാം. എന്നാലും ഇത് എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അണ്ണൻ ഫാൻസ് ഉണ്ടെങ്കിൽ എടുത്തോ, നമ്മളതിൽ പെടും. പിന്നെ ടൊണാലിനെ കിട്ടിയായിരുന്നു പൈസ ഉണ്ടായതിൻ്റെ, ഞാനത് കറക്കിട്ടോ, അപ്പോൾ തന്നെ കറക്കി ലൈവിൽ. പിന്നെ നമ്മളുടെ പാക്ക് ട്രഷർ ലിങ്കിൻ്റെ പാക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ട്രഷർ ലിങ്കിന് നമുക്ക് ആ ഫ്രീ ട്രൈസ് കിട്ടില്ലോ. അപ്പോൾ നമുക്ക് ഇതിലാണ് യൂസ് ചെയ്യാൻ വെച്ച ട്രഷർ ലിങ്കിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. ഇതെന്തായാലും കത്തും, ഒന്നും പറയാല്ല. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മത്യൂസ് വന്നിട്ടുണ്ട് ഗൈസ്. മത്യൂസ് ഹോൾ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് 88-89 കാലഘട്ട ഹോൾ പ്ലെയർ മത്യൂസ് ആണ്. നല്ല സ്റ്റാറ്റ്സ് ഉണ്ടാകും, വെടിച്ചില്ല ഷോട്ട്സ് ആകും മത്യൂസിൻ്റെ നിന്ന് വരിക. അപ്പോൾ ആളുടെ നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ സ്കില്ലായിട്ട് വന്നിരിക്കുന്ന ഫിനോൽ പാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും തീ കാർഡായിരിക്കും, ഇവർ സ്കിൽസ് എടുത്ത് കളഞ്ഞിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ കില്ലിന് വന്നിട്ട് ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലിൽ നമ്മുടെ കില്ലിനാണ് നമ്മളുടെ ഇറ്റലിയുടെയും യുവൻറ്റസിൻ്റെയും കാർഡ്. അപ്പോൾ 14-15 കാർഡാണ് 2014-15. മൂപ്പർക്ക് സ്കില്ലായിട്ട് ക്രൊവറ്റ് ക്ലിയറൻസ് എടാ സ്കില്ലൊന്നുമില്ല, സ്കില്ലൊക്കെ എടുത്ത് കളഞ്ഞടാ നാറികൾ. ഫ്രീ തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുമല്ലോ. സംഭവം കിടലം കാർഡാണ്, ബട്ട് സ്കില്ല് അവർ കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ ഡൊണാൾഡോനി ഉണ്ട്, എല്ലാ വിങ്ങിലും കളിക്കുന്ന പ്ലെയറാണ്. വിങ്ങിലത്തെ മെയിൻ എന്ന് പറയാം, ആളൊരു ഹോൾ പ്ലെയർ കാർഡാണ്. ഇതൊരു കിടലം കാർഡാണ് കേട്ടോ ഡൊണാൾഡോനി. സോ മൂപ്പര് വന്നിരിക്കുന്നത് സ്കില്ല് നോക്കുകയാണെങ്കിൽ പിൻപോണ് ത്രൂ പാസ് ലോങ് റീഡ്. എടാ സ്കില്ലിൽ ആൾക്ക് സ്പെഷ്യൽ സ്കില്ലില്ല കേട്ടോ, മറ്റു സ്പെഷ്യൽ സ്കില്ലൊക്കെ എടുത്താളുണ്ട്. പിന്നെ അവിടെ ബെബറ്റോ വന്നിട്ടുണ്ട് ഗൈസ്. ബെബറ്റോ പുതിയ കാർഡാണ് മൂപ്പരുടെ, 29 വയസ്സുള്ള ബെബറ്റോ. 2010-11 കാർഡാണ്. യുണൈറ്റഡിൻ്റെ ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണ്. അത്യാവശ്യമുള്ള സ്റ്റാറ്റ്സ് വരും. ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണ്, പക്ഷേ ആൾ വന്നിട്ട് ഫിനോമിനൽ ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആകെ സ്പെഷ്യൽ പുതിയ കാർഡ് പറയുന്നത് ബെബറ്റോ ആണ്. പിന്നെ അവിടെ ബോജൻ ക്രിക്ക് ചെങ്ങായി വന്നിട്ടുണ്ട്, ആൾക്ക് സ്പെഷ്യൽ സ്കില്ലില്ല തോന്നുന്നുണ്ട്, ഉണ്ടാവില്ല. സൂപ്പർ പറഞ്ഞ സ്കില്ലുണ്ട്, പക്ഷേ ഇത് മുമ്പുള്ളതാണ്. അപ്പോൾ ഈ 5 പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. പാക്ക് വെറുത്താണ് വെച്ച് കഴിഞ്ഞാൽ നല്ല വെറുത്താണ്, നല്ല പാക്കാണ്, ഒന്നും പറയാല്. ഇതിൽ നമുക്ക് കുറ്റം പറയാലോ കൊണാമീനെ. കൊണ്ടുവന്ന കാടൊക്കെ ടോപ്പിനെ എല്ലാം ഡബിൾ ബൂസ്റ്റർ. എന്തായാലും റേറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഫ്രീ ട്രൈസ് കിട്ടുക. കൂട്ടുകാരുടെ അടുത്തൊക്കെ നോക്കിക്കോട്ടോ, അവന്മാർ ഡിമാൻഡ് ഇടും. മൂക്കടിച്ച് പൊളിച്ചിട്ടാണ് ഈ സാധനം എടുത്തോന്ന് ഞാൻ പറയില്ല, ഓക്കെ, അത് വെറുതെ പറഞ്ഞാൽ. അപ്പോൾ സാധനം പിള്ളേരുടെ അടുത്തൊക്കെ ഉണ്ടാവും, ഗ്രൂപ്പിലൊക്കെ പോയി ചാറ്റ് ചെയ്താൽ മതി. എടാ നിൻ്റെ സ്പെഷ്യൽ അല്ല കിടക്കണേ, ഒന്ന് കളിക്കാൻ വരുമോ, ഗെയിം കളിക്കാൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് കളിച്ചാൽ മതി. അപ്പോൾ അവരിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ആ സാധനം. ഒരാൾക്ക് 3 എണ്ണം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് അടുത്ത പേസിൽ ഡിവിഷൻ 1 കയറിയ കിട്ടാൻ പോണ പ്ലെയറാണ് നമ്മുടെ ഗ്രീലിഷ്. സോ ഗ്രീലിഷിൻ്റെ ആക്സേഷൻ ബൂസ്റ്റർ പറഞ്ഞ ഒരു സ്കില്ലുള്ള കാർഡാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ആളുടെ പ്ലേ സ്റ്റൈൽ വന്നിരിക്കുന്നത്. ഇതൊരു കിടലം കാർഡ് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാല്ല. ഗിരീഷേട്ട നമ്മുടെ ടോപ്പ് കാർഡായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കൈനോട്ടം വന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ കോൺട്രാക്റ്റ് ഇനി എനിക്ക് ഒരു ഇതും കൂടി ഇത് ചെയ്യാണ്ട് ഒരു ഫ്രീ ട്രൈം കൂടി എടുക്കാണ്ട്, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരാൾ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒലിവർഖാൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് ആരുടെ ചേസ് താഴാൻ വേണ്ടിയിട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മിഡ് സീസൺ MVP വേണ്ട ഒരു പാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമില്ലാത്ത പ്ലേസ് ഉണ്ട് കേട്ടോ. ഡെക്ലാൻ റൈസ് ഉണ്ട്, ബോക്സ് ടു ബോക്സ്, സ്ലോട്ടർ ബാക്ക് ഉണ്ട്, ബിൽഡപ്പ്, കേസൈഡ് ഉണ്ട്, ബോക്സ് ടു ബോക്സ്, സാക്ക് ഉണ്ട്, ഓർക്കസ്ട്രേറ്റർ, കെറേറസ് ഉണ്ട്, അറ്റാക്കിംഗ് ഫുൾ ബാക്ക്, ഗോൾ കീപ്പർ സിവിലാർ ഉണ്ട്, അറ്റാക്കിംഗ് ഗോൾ കീപ്പർ ഇഗോർ തിയാഗോ, ചെക്കൻ നൈസാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉഡേ. സോ ഇത്രയും പ്ലേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ 5 പ്ലേസ് അടിപൊളിയായി.
അച്ഛനാ റൈസ്, സ്ലോട്ടർ ബാക്ക്, കെസേഡോ, സാക്ക, കരേറസ് ഈ 5 പ്ലേയേഴ്സ് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും എടുത്തോട്ടോ, കിടിലൻ കാർഡാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്തുട്ടാ, ഇത്രയൊക്കെ നോക്കാളൂ ഇന്നത്തെ ഈ പാക്ക് നോക്കുകയാണെങ്കിൽ കേട്ടോ. ഇതെല്ലാം അടിപൊളി പാക്കാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഇന്ന് എന്തായാലും ഒരു WD ആണ്. കൊണാമി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്ത് പറയാം. ട്രഷർ ലിങ്ക് നമ്മൾ കുറേ നാളായി നോക്കണു. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ട് ഫൈനലി പിന്നെ നോക്കാനുള്ളത് എന്തുട്ടാ, ഓക്കെ മാച്ചസൊക്കെ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ AIയിൽ ഇത് കളിച്ചാൽ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കാം. 5 സ്റ്റാർ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് എടുക്കാൻ പറ്റും ഇത് കളിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് അന്നും എന്താണ്, ഇത് കുറച്ച് ദിവസം ഉണ്ട്. പിന്നെ പ്ലെയർ വേഴ്സസ് പ്ലെയറിൽ 100 കോയിൻ എവിടെ, 100 കോയിൻ അല്ല 50 കോയിൻ, ഇത് മുന്നേ 50 കോയിൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് പറയുള്ളൂ. എടുത്ത് പറയാണ്ട് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ട്രഷർ ലിങ്ക് തന്നെയാണ്. അത് കിട്ടിയതിൽ സന്തോഷം. എനിക്ക് 2000 കോയിൻ എക്സ്ട്രാ കിട്ടി, അതിൽ ഡബിൾ സന്തോഷം. എന്തായാലും അത് വെച്ചിട്ട് കറക്കണ വീഡിയോ നമ്മൾ ഉടനെ ഇടണതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രഷർ ലിങ്ക് കളിക്കാം കേട്ടോ. നിങ്ങൾക്ക് കളിച്ച് തുടങ്ങിയോ കളിച്ച് കിട്ടിയോ എന്നൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് എങ്ങനെ ട്രഷർ ലിങ്ക് കിട്ടും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്ത് പറയാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.